പാലക്കാട് ടൗണിൽ നിന്ന് പളനിക്ക് ഒരു ട്രെയിൻ യാത്ര. ആഹാ, എന്ത് രസമായിരുന്നു അറിയാം. പോകുന്ന സ്ഥലത്തുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മക്കളും കൂടെ ഇതേ പാലക്കാട് നിന്ന് ഒരു വൈകുന്നേരം 4 മണിക്കാട്ടോ ട്രെയിൻ കയറിയത്. ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ നമ്മളവിടെ പളനി സ്റ്റേഷനിൽ എത്തും കേട്ടോ. കുട്ടികളെ കൂട്ടുന്നുണ്ടാട്ടോ. വൈകുന്നേരം ആകുമ്പോൾ അധികം വെയിലൊന്നും ഇല്ലാതെ നമുക്ക് പഴനിമല കയറാമല്ലോ. ഒരുപാട് ക്ഷീണിക്കാതെ നമുക്ക് ദർശനവും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ട്രെയിനിൽ കുറച്ചധികമായിട്ടോ നമ്മൾ കയറിയിട്ട്. കാരണം കുഞ്ഞാറ്റ 1-2 തവണയൊക്കെ ട്രെയിൻ കയറിയിട്ടുള്ളൂ. മണിക്കൂട്ടനൊക്കെ ഞാനും അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അവൾ മുകളിലെ സീറ്റിലൊക്കെ ആട്ടോ കയറിയിരുന്നത്. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് ഭയങ്കര നമ്മുടെ കൊല്ലങ്കോട് പുതുനഗരമൊക്കെ എന്ത് രസമാണെന്നറിയാം കാണാൻ. പിന്നെ അങ്ങോട്ട് തമിഴ്നാട് ബോർഡർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ കൃഷികൾ, പടവളങ്ങ, കുമ്പളങ്ങ, അങ്ങനെ ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പം ഞാൻ ഈ ബുക്ക് എടുത്തു എന്നല്ലാതെ ബുക്ക് വായിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും. ട്രെയിനിൽ നിന്ന് ഫുഡ് മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ ഏട്ടൻ കേൾക്കില്ല കേട്ടോ. അപ്പം അച്ഛനും മക്കളും കൂടെ പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. കാരണം ഏട്ടൻ അത് ശീലമാണല്ലോ. കുട്ടികൾക്ക് പക്ഷെ അത് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മേടിച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഏട്ടൻ മേടിച്ച് കൊടുത്തു. വേറെ വഴിയില്ല, പിള്ളേർക്ക് വിശക്കുന്നുണ്ടാവാം. പിന്നെ നമ്മൾ ഈ കാറ്റാടിപ്പാടൊക്കില്ലേ, എനിക്കിത് ചെറുപ്പം മുതലേ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവസാനം ഉടുമ്പൽപേട്ട എത്തി. പിന്നെ ഉടുമ്പൽപേട്ട കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ പളനിയാണ് കേട്ടോ. പളനി സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന്റെ അതാ അമ്പലം നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞങ്ങളൊരു ഓട്ടോ കയറി നേരെ റൂമിലോട്ടാട്ടോ പോയത്. എന്തോ 2-3 അവിടെ ചോദിച്ചപ്പോൾ റൂമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഒരു റൂം കിട്ടി. അങ്ങനെ ഞങ്ങൾ റൂം എത്തി ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ടോ. ഫ്രഷ് ആയിട്ട് നമുക്ക് വേഗം അമ്പലത്തിൽ പോകണമല്ലോ. 8 മണി വരെയാണ് രാത്രി അങ്ങോട്ട് മേലോട്ട് കയറ്റി വിടുള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ദർശനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കണേ. 8 മണിയാകുമ്പോഴേക്കും നമ്മൾക്ക് അവിടെ നിന്ന് മേലോട്ട് കയറണം. പിന്നെ ഇറങ്ങുന്നത് എത്ര മണിയായാലും കുഴപ്പമില്ല. മേലോട്ട് കയറ്റി വിടുന്നത് 8 മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ വേഗം ഫ്രഷ് ആയിട്ട് വേഗം ഒരു 7:15 ആകുമ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂമിൽ നിന്ന് നോക്കി അതും കാണാൻ പറ്റും കേട്ടോ പഴനിമല. ഫോണകത്തോട്ടൊന്നും പ്രവേശനമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം വെളിയിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അതേ ഒരു മണിക്കൂറിൽ നമ്മൾ കയറി നല്ല ദർശനം കിട്ടിയിട്ട് ഒരുപാട് തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ഭഗവാനെ നന്നായി തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രാജാവിൻ്റെ വേഷമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മൾ വെളിയിൽ നല്ല നല്ല കാഴ്ചകളാട്ടോ. കുറേ മാലകൾ, കളിപ്പാട്ടം, വള, മാല, പിന്നെ മാങ്ങ, അതുപോലെ ഒരുപാട്. അപ്പം നമുക്ക് ആ റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ പഴനിമല കാണാൻ പറ്റും കേട്ടോ. നോക്കിയാലും നമുക്ക് മതിയാവയില്ല. നല്ല പാട്ടും നല്ലൊരു ഭക്തിസാന്ദ്രമായിട്ട് നല്ലൊരു പോസിറ്റീവായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് നല്ല ക്ഷീണമായി, നല്ല വേർത്ത് ഒലിച്ചു കേട്ടോ. പകല് പോകാൻ നന്നായി എന്ന് വിചാരിച്ചേ. അപ്പോൾ പിന്നെ നമ്മളൊരു സോഡ കുടിക്കാമെന്ന് വിചാരിച്ച് സർബത്താണ് കുടിച്ചത് കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, കുറച്ചുകൂടെ കളറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് പഴനിമല കാണാം.